പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി.
യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ ബുദ്ധിയെ തനിക്ക് സുഖയായി തിരഞ്ഞെടുക്കുകയും മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണപ്പെടുവാൻ സന്തോഷത്തോടെ വാട്ടുന്ന ഈ മോതിരങ്ങളെ നീ വാട്ടണമേ. ഈ മോതിരങ്ങളെ നീ വാട്ടണമെന്നും ശാപമായ കാരുണ്യപൂർവ്വമേ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കൃപ ചെയ്ത വിവാഹം സകല മാലിന്യങ്ങളും വെറുപ്പുകളും വന്നിരിക്കുന്നാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുമാനിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണിയറിയ ആശ്കാലം മുഴുവൻ വിധ പ്രകാരമാണ് ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണിയറിയാൻ പോയവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ സത്യത്തിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെ ആശ്രയപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള നമ്മുടെ കർത്താവേ, യേശുമിശിഹായുടെ വലതുകൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വാദിച്ചതിന് ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലതുകൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവേ, യേശുമിശിഹായുടെ വലതുകൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലിഹന്മാരുടെ പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാദിച്ചതിന് ലക്ഷ്യമായി മോദത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാൽ പരിശുദ്ധ റൂഹായി സ്തുതിയും സ്തോത്രവും നീ കരയുകയും ചെയ്യണം. സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടങ്ങുന്നുണ്ട് ഇവരെ താൻ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വാദിച്ചയും പൊന്നാഭരണങ്ങളാൽ പുണ്യമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കണേ. നിന്റെ ശ്രേഷ്ഠതകൾ ഉണ്ടാകുന്ന നിലയിലും പാവികളുമാകുന്ന നിന്റെ അടിയാകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുക്കി വന്നിട്ടുള്ളവരുടെ മേൽ നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബയാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഓശോ കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം. മാംസം രക്തം മോദീരമാ
റിംഗ് കൈമാറുന്നത് ശ്രീ പുരുഷനുമല്ല, മറിച്ച് പുരോഹിതനാണ്. പ്രധാനിൽ നിന്നുള്ള അടയാളമായ അനുഭവത്തിലാണ് അത് ലഭ്യമാണ്. ഇനിയുള്ളത് കിരീടവാഴിൻ്റെ ശുശ്രൂഷയാണ്. കുടുംബ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിഗ്രഹമായ കുടുംബജീവിതം നയിക്കപ്പെടുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട സൂരജിനെയും നോയലിനെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവയുടെ മുൻ വികാരി ആയിരുന്ന പ്രിയപ്പെട്ട മാത്യു ബേബിയച്ചന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ പ്രിയപ്പെട്ട ദമ്പതികളെ ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിക്കും. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസം നമുക്ക് പള്ളിയിലായിരിക്കാനും ഈ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാനും ഇടയായിട്ട് തീരുന്നു. Very good. Tense? No, little bit. No, that's so. Okay. Yes, and the book, okay. Little bit. But as I said, I'll translate in my own English to the people who are here from the other countries. Or as I told is, we have just now all with the betrothal of this wedding service. That is through exchange of rings. In Eastern Church, the ring is given by the priest, not by the couples. Why? It is coming down from heaven and it is given to the bridegroom as well as bride. That's an Eastern tradition. We are believing the Eastern tradition. Our church is an Eastern church, Eastern Reformed church. And we are entering into the second part of the service, that is crowning. And we are elevating our Suraj and Noel as king and queen today of the family. And for that, there will be a cross that will be given as a crown for them, that you can observe these things. And that's an important thing. Then Bible will be read by Achan after putting their hands together. And in that way, they will become one. And we are witnessing that blessed moments. വളരെ സന്തോഷകരമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർത്ത് വരാൻ ഇടയായിട്ട് ഇരുന്ന സന്തോഷം. രാവിലെ ഞാൻ കലിക്കൽ വന്നപ്പോഴാണ് അതിന് 67 വർഷം മുമ്പ് ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഡോക്ടർ അച്ഛനും ആലിസമ്മച്ചി ഇവിടെ വെച്ച് വിവാഹിതരായത് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും നമ്മളോട് കൂടെയുള്ള അച്ഛനില്ല എങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയോട് കൊണ്ടാടുന്നതായിരുന്ന ഒരു ദിവസമാണ്. How blessed was their family life, you can see it. You can see now also from ആലിസമ്മച്ചി. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല കുടുംബജീവിതമാണ് നിങ്ങളിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമായിട്ട് അതിനെ പറഞ്ഞത്. എത്ര സുന്ദരമായിരിക്കുന്ന ഒരു കുടുംബജീവിതം ഒരായിരുന്നിടത്തെല്ലാം ഒക്കെ കാണിച്ചതായിരിക്കുന്ന സ്നേഹം, കരുതലെല്ലാം കൊടുത്തതായിരിക്കുന്ന നന്മകൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരു നല്ല കുടുംബം കെട്ടുപടി ചെയ്യുവാനായിട്ടാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരി 3 was a very great day for the Kanakil family and you have to continue that lineage. That's the first and the most difficult task entrusted on Suraj and Noel. Be ready for that. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷകരമായിരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Wedding is not a contract between two people, but it is commitment. നമ്മളൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അതിന് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഗായക സംഘം പാട്ട് പാടുന്നത് പറഞ്ഞിരിക്കുന്നവരെ വിളിച്ച് പൈസ കൊടുത്ത് പാടുന്നതല്ല. ഈ പള്ളിയിലെ ഗായക സംഘമാണ്. അവർക്ക് അതിനുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് ഒരു പാടുന്നത്. കമ്മിറ്റ്മെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം കോൺട്രാക്ട്. ഒരു കാര്യത്തോട് നമുക്ക് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ടോ അത്രത്തോളം ഭംഗിയായിട്ട് തീരുമെന്നുള്ളതാണ്. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതായിരിക്കുന്ന ലോകമാണ്. ഞാൻ പണ്ട് ടൊറന്റോയിൽ ശുശ്രൂഷിച്ചപ്പോൾ സാറുടെ അവിടുത്തെ വലിയ ഈ ഒരു ഹോർഡിങ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനമായിരിക്കുന്ന മൊബൈൽ കമ്പനിയുടെ കമ്മിറ്റഡ് ടു നോ കമ്മിറ്റ്മെന്റ്സ് എന്നായിരുന്നു അവരുടെ ആ സ്ലോഗൻ എന്ന് പറഞ്ഞത്. കമ്മിറ്റഡ് ടു നോ കമ്മിറ്റ്മെന്റ്സ്. എനിക്ക് ആ കമ്പനിയുടെ പേര് ഞാൻ വിട്ടുപോയെങ്കിലും
കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതാൻ എന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നു മുതൽ സൂരജിന്റെ ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലുമുള്ള അധികാരം നോവലിന് നൽകാം. നോവലിന്റെ ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലുമുള്ള അധികാരം സൂരജിൽ എത്തിക്കുന്ന ദിവസമാണ്. അപ്പൊ അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യു ആർ ഗിവിംഗ് യുവർ അതോറിറ്റി ടു ഈച്ച് അതർ. You are giving the authority to each other. So it is giving your authority, your personal authority to Noel and Noel as well as giving. ഇതിനകത്ത് എന്തെങ്കിലും ഹിഡൻ അജണ്ട വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനിടയായിട്ട് there is the commitment. അതുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് വിവാഹത്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ there should not be any hidden agenda to prevent your commitment. നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ മാറ്റുവാൻ കഴിയുന്നതായിരിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല. അത് എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ആകാം, മാതാപിതാക്കളുടെ ഇൻഫറൻസ് ആകാം, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അഭ്യർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്നലെ വരെ ജീവിച്ച പോലെ എന്തുകൊണ്ട് ജീവിക്കുന്നത്? യു ആർ ഡിഫറെന്റ് പീപ്പിൾ, യു ആർ ഫാമിലി. അപ്പോൾ ഒത്തിരി എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളെ കംപ്രസ് ചെയ്യുന്നതിനിടയായിട്ട് തീരും. അവിടെയൊക്കെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എത്രയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. With that commitment only you can do something in your life. അത് എല്ലാവർക്കും അറിയാം. ജോലിയായാലും ശരി, വിവാഹമായാലും ശരി, കുടുംബജീവിതമായാലും ശരി, മക്കളെ വളർത്താനും ശരി, ഹൗ മച്ച് കമ്മിറ്റഡ് ടു യുവർ ലൈഫ്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈച്ച് ആൻഡ് എവരിതിങ് വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഈ കമ്മ്യൂണിക്കേഷനാണ് ഇന്ന് ലോകത്തെ നിലനിർത്തുന്നതായിരിക്കുന്ന കാര്യം. എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ്? എത്രയാണ് കമ്മ്യൂണിക്കേഷൻ? ഹൗ എക്സ്റ്റെൻഡ് യു ക്യാൻ ഗോ വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻസ്? അത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുമ്പോഴാണ് കമ്മ്യൂണിക്കേഷന് സുതാര്യത വരുന്നതും അത് അനുഗ്രഹമായി മാറുന്നതിന് ഇടയാക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ടുഡേ യു വിൽ ബി ഗിവൺ വിത്ത് ദ ബൈബിൾ. അല്ലേ? ഇന്ന് സത്യവേദം മലയാളം വായിക്കുമോ? സൂരജ് വായിക്കുമോ? വായിക്കുമോ? രണ്ടുപേരും വായിക്കും. മലയാളം വായിക്കുന്നവരാണ്. അപ്പൊ ഇന്ന് പോയിട്ട് കൊലോസ് ലേഖനം 3-ാം അധ്യായം വായിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം വായിക്കണം. That gives a clear picture about the relationship between master and a servant, the husband and wife, the parents and the kids. അങ്ങനെയുള്ള എല്ലാ റിലേഷൻഷിപ്പിനെയും വധിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇന്നത് വായിക്കാൻ പറ്റുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇന്നത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ഒരു കാര്യമുണ്ട്. ഈ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഐ ഷുഡ് വെയർ ഫോർ വെഡിങ് എന്നൊരു ചിന്തയുണ്ട്. അതില്ലേ എന്താണ് കല്യാണത്തിന് ധരിക്കേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ചിന്ത. സൂരജ് വളരെ ഭംഗിയായിട്ട് ബ്ലാക്കും വൈറ്റിലും റോസ് കുത്തി വരുന്നത് വളരെ ഹാൻസം ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത്ര നാളത്തെ റിസർച്ചിന് ശേഷമാണ് യു ഫൈൻഡ് ല്ലേ? അത് നോവലാണെങ്കിലും വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നു. ഐ എം സോ ഹാപ്പി ദാറ്റ് സൂരജ് ഫ്രണ്ട്സ് ഫ്രം abroad, they all came in the Indian attire. I am so glad to see, and they have given me the privilege to take a picture with them, and I have sent that picture immediately to my son who is living in another country. He know such a nice group of people who are in Indian attire. Thank you for that. Okay. അപ്പോൾ അങ്ങനെ നമ്മുടെ വിവാഹത്തിന് എന്ത് ധരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യത്തെപ്പറ്റി എല്ലാവർക്കും വലിയ സന്തോഷമാണ്. വേറെ യൂണിഫോം ഉണ്ട്. ഞങ്ങൾ പാവപ്പെട്ട ചാച്ചന്മാർക്ക് മാത്രമേ ഉള്ള പോകാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. Above all, you were love. Above everything, എല്ലാറ്റിനേക്കാൾ മുമ്പേ സമ്പൂർണ്ണതയുടെ ബന്ധമായിരിക്കുന്ന സ്നേഹം നിങ്ങൾ ധരിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വിലയേക്കാൾ ഉപരിയായിട്ട് അതിന്റെ മേൽ എത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് ധരിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നോ അവിടെയാണ് ഓരോ റിലേഷൻഷിപ്പും അർത്ഥപൂർണ്ണമായി മാറുന്നതിനിടയാക്കുന്നത്. Above all, you clothe yourself with love. Above everything, you clothe yourself with love. That should be the principle in your life. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഈ സ്നേഹം കൊണ്ട് നിറയപ്പെടുന്നതായിരുന്ന അനുഭവം മാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്ന്, യുവർ കമ്മിറ്റ്മെന്റ്. Nothing will hinder your commitment towards you as well as your family and your career. അതിനെ തടസ്സപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. രണ്ട്, above everything, clothe yourself with love. എല്ലാറ്റിനും ഉപരിയായി സ്നേഹത്തെ പ്രദാനം ചെയ്യുന്നതിനിടയായി തീരുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹകരമായി മാറുന്നതിന് ഇടയായിട്ട് തീരും. Now we are entering into the most important sacrament, ritual of the sacrament, that's crowning as well as the reading of Bible. I request all of you to pray for Suraj as well as Noel in your mind for 1 minute. After that, Achan will lead us in the second part of this divine service. Let us pray for them in your
heart. തന്റെ
അടച്ചുകൊണ്ടിരിക്കുന്ന ആദിന്യമില്ലാത്തവനും ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും കരുണ ചെയ്ത് തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ചു വർത്തമാനം മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടിനും ശുശ്രൂഷാപൂർണ്ണമാക്കുന്നതിലെ നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതകൾ ഭ്രമിച്ചിളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അമരിമയമായ തന്റെ ദയയുടെ ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഈ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ പ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശംശിയായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവേ ശംശിയായുടെ വിശുദ്ധ എവങ്കേലിയോൻ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത്
ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ ഉത്തരമായി അരുളി ചെയ്തത്, ആദ്യം സൃഷ്ടിച്ചവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾ എല്ലാവരും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കവന ചൂണ്ടിയിടുന്നു. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാങ്ങിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കവന ചൂണ്ടി
സമാധാനത്തിന്റെ മാലാഖകളോട് കൂടിയിരുന്ന് ആകൽക്കസാരുടെ വചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സ്വൈര്യത ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യാക്കോബിനെ സന്തോഷത്തോടെ നിങ്ങളോട് സന്തോഷിപ്പാനായിട്ട് ദൈവം നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശം ഭൂമി ഉറപ്പുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും അറിയുന്നവരും ഉണ്ടാകുകയും വിശുദ്ധ ഏവരും ഉണ്ടാകുകയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുന്നു. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരാണ്. ദൈവത്തിന്റെ വഴിയിൽ നിഗ്രഹവും പണക്കാരുടെ പേരും ശമാസന്മാരുടെ പേരും വിശ്വാസമുള്ള ജനത്തിന്റെ പേരും പണവാളുടെ പേരും പണവാളുടെ പേരും വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടവരുടെ പേരും ക്ഷണിക്കുന്നവരുടെ പേരും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ കാര്യവധാനന്മാരായി സ്വീകരിച്ചു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ദരിദ്രരെയും പരദേശികളെയും ഒത്തുപിടിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഇടവക സെന്റ് ആൻഡ്രൂസ് ഇടവക നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ സമ്മാനമാണ് ആദ്യമായി നൽകുന്നത് തിരുവനന്തപുരം. കർത്താവ് തിരുവനന്തപുരത്തിൻ്റെ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രത ഉള്ളവരായി ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്യും. മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ആകാശവും ഭൂമിയും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുവാൻ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് സ്വീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ബലഹീന